ലോകത്തിൽ സഞ്ചാരികളെ ആദ്യ നോട്ടത്തിൽ തന്നെ നിശബ്ദരാക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നാണ് ഇറ്റലിയിലെ വെനീസിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മാർക്സ് ബസിലിക്ക. ജനാലകളിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് പതിക്കുമ്പോൾ ചുവരുകളിലും 5 കൂറ്റൻ ഗോപുരങ്ങളിലുമായി പരന്നുകിടക്കുന്ന ദശലക്ഷക്കണക്കിന് ചെറിയ തങ്ക മൊസൈക്കുകൾ പ്രകാശിക്കാൻ തുടങ്ങും. ദേവാലയം മുഴുവൻ സ്വർഗീയ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണെന്ന അനുഭൂതിയാണ് ഇത് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അത്ഭുത ദേവാലയത്തെ ലോകം ചർച്ച് ഓഫ് ഗോൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഏകദേശം 1000ഓളം വർഷമായി വെനീസിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഈ ബസിലിക്കയിലേക്ക് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് എത്തിച്ചേരുന്നത്. റോമൻ കത്തോലിക്ക സഭയിലെ പ്രമുഖ സുവിശേഷകനായ വിശുദ്ധ മർക്കോസിന്റെ ഓർമ്മകളുമായാണ് ഈ ദേവാലയം ഉയർന്നു നിൽക്കുന്നത്. ചരിത്രരേഖകൾ പ്രകാരം AD 828 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ നിന്നും വെനീസിലെ വ്യാപാരികളാണ് വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ ഇവിടെ എത്തിച്ചത്. അക്കാലത്തെ ഇസ്ലാമിക ഭരണത്തിലായിരുന്ന അലക്സാൻഡ്രിയയിൽ നിന്നും കസ്റ്റംസ് പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാൻ മുസ്ലിങ്ങൾ സ്പർശിക്കാൻ മടിക്കുന്ന പന്നിയിറച്ചികൾക്കിടയിലാണ് വിശുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങൾ വ്യാപാരികൾ ഒളിപ്പിച്ചു കൊണ്ടുവന്നത്. ഈ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതിനായാണ് ആദ്യം ഇവിടെ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് ഇവിടെയുണ്ടായ മാറ്റങ്ങൾക്ക് ശേഷം AD 1063 ഇന്നത്തെ രീതിയിലുള്ള ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിക്കുകയും അത് ശക്തമായ വെനീഷ്യൻ റിപ്പബ്ലിക്കിന്റെ ആത്മീയ പ്രതീകമായി മാറുകയും ചെയ്തു. യൂറോപ്പിലെ സാധാരണ ഗോത്തിക് ശൈലിയിലുള്ള കത്തീഡ്രലുകളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ ബസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. പുറംഭാഗത്ത് വർണ്ണാഭമായ മാർബിൾ തുണികളും മനോഹരമായ കമാനങ്ങളും 5 ഗംഭീര ഡോമുകളും കാണാം. ഉള്ളിലേക്ക് കടന്നാൽ 8000 ചതുരശ്ര മീറ്ററിലധികം സ്ഥലത്ത് പരന്നുകിടക്കുന്ന തിളങ്ങുന്ന സ്വർണ്ണ മൊസൈക് ചിത്രങ്ങൾ കാണാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ രംഗങ്ങളും ക്രിസ്തുവിന്റെ ജീവിതവുമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വർണം പൂശിയ ഈ ചെറിയ ഗ്ലാസ് കഷ്ണങ്ങൾ നേരിയ പ്രകാശത്തെ പോലും പ്രതിഫലിപ്പിച്ച് ദേവാലയത്തിനുള്ളിൽ ഒരു ദിവ്യപ്രഭാവം സൃഷ്ടിക്കുന്നു. ഈ ബസിലിക്കയിലെ ഏറ്റവും വലിയ നിധി പ്രധാന അൾത്താരയ്ക്ക് പിന്നിലുള്ള പാലാഡിയോറോ എന്ന സ്വർണ്ണഭിത്തിയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഇതിൽ 100 കണക്കിന് മുത്തുകൾ, മരതകം, കടും നീലക്കല്ല്, മാണിക്യം തുടങ്ങിയ വിലയേറിയ രത്നങ്ങളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ബൈസന്റൈൻ നിർമ്മാണ ശൈലിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ബസിലിക്കയുടെ പ്രധാന കവാടത്തിന് മുകളിലായി പ്രശസ്തമായ സെന്റ് മാർക്സ് ഹോസും കാണാം. പുരാതന കാലത്ത് കോൺസ്റ്റന്റിനോപ്പിളിൽ നിന്ന് വെനീസിലേക്കും പിന്നീട് 4ാം കുരിശുയുദ്ധത്തിനു ശേഷവും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഭരണകാലത്ത് പാരീസിലേക്കും കൊണ്ടുപോകപ്പെട്ട ഈ വെങ്കല കുതിരകൾ വലിയൊരു യാത്രയ്ക്കൊടുവിലാണ് വെനീസിൽ തിരിച്ചെത്തിയത്. കേടുപാടുകൾ വരാതിരിക്കാൻ ഒറിജിനൽ പ്രതിമകൾ പള്ളിക്കുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് സുവിശേഷം ദൃശ്യരൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ സ്വർണ്ണ മൊസൈക്കുകൾ നിർമ്മിക്കപ്പെട്ടത്. കാലം അതിവേഗം പായുമ്പോഴും ദൈവത്തിന്റെ ശാശ്വതമായ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വെനീസിലെ ഈ സ്വർണ്ണാലയം ഇന്നും പ്രകാശിച്ചു നിൽക്കുന്നു.